കമുകിൻ തോട്ടങ്ങളിൽ അടയ്ക്ക വിളവെടുപ്പിന്റെ തിരക്കേറുന്ന കാലമാണിത്. എന്നാൽ യന്ത്രങ്ങൾക്കും തോട്ടിപ്രയോഗങ്ങൾക്കുമിടയിൽ ഒറ്റക്കയറ്റത്തിൽ തന്നെ 10ഓളം കമുകുകളിലെ അടയ്ക്ക പറിക്കാൻ സാധിക്കുന്ന പഴമയുടെ സാഹസികത നിലനിർത്തുന്ന രീതി പുതിയ കാലത്ത് ഒരു അപൂർവ കാഴ്ചയായി മാറുകയാണ്. ഒരു കമുകിൽ കയറി അവിടെ നിന്നും ആകാശത്തിലൂടെ അടുത്തടുത്തുള്ള കമുകുകളിലേക്ക് വലിഞ്ഞു മാറുന്ന തൊഴിലാളികളുടെ അഭ്യാസ പ്രകടനം കാണുന്നവരിൽ നിന്നും അത്ഭുതം ജനിപ്പിക്കുന്ന കാഴ്ചയാണ്. പണ്ടുകാലത്ത് വലിയ തോട്ടങ്ങളിൽ സർവ്വസാധാരണമായിരുന്ന ഈ രീതി ഇന്ന് അന്യം നിന്നു പോവുകയാണ്. നിലവിൽ പകുതി ദൂരം കമുകിൽ കയറി നീളമുള്ള തോട്ടി ഉപയോഗിച്ച് അടക്ക പറിക്കുന്ന രീതിയാണ് മിക്കയിടത്തും പിന്തുടരുന്നത്. എന്നാൽ വിദഗ്ധരായ തൊഴിലാളികൾ ഇപ്പോഴും താഴെയിറങ്ങാതെ കമുകിൻ മുകളിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്ന പഴയ രീതി ഉപയോഗിക്കാറുണ്ട്. ഒറ്റക്കയറ്റത്തിൽ തന്നെ 10ഓളം കമുകുകളിലെ അടക്ക പറിക്കുവാൻ ഈ രീതിയിലൂടെ സാധിക്കും. ഒരു കമുകിന്റെ മുകളിലെത്തിയാൽ ശരീരം ആഞ്ഞു പിടിച്ച് കമുക് വില്ലുപോലെ വളച്ച് തൊട്ടടുത്ത കമുകിന്റെ മണ്ടയിൽ പിടുത്തമിടും. ഓരോ കമുകിലും ഇറങ്ങിക്കയറുന്നതിനുള്ള സമയവും അധ്വാനവും ഇതിലൂടെ ലാഭിക്കാം. ഇതൊരു വലിയ കലയാണ്. കൃത്യമായ ബാലൻസും ചടുലതയും വേണം. കാറ്റുള്ള സമയങ്ങളിൽ ഇത് കൂടുതൽ അപകടകരവുമാണ്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിൽപ്പെട്ടവർ ഈ രീതി പഠിക്കാൻ താല്പര്യവും കാണിക്കുന്നില്ല. സുരക്ഷാ സംവിധാനങ്ങളും യന്ത്രസഹായവും വർദ്ധിച്ചതോടെ ഇത്തരത്തിലുള്ള സാഹസിക ദൃശ്യങ്ങൾ വരുംകാലങ്ങളിൽ ഒരു ഓർമ്മ മാത്രമായി മാറിയേക്കാം. എങ്കിലും കമുകിൻ മുകളിൽ നിന്ന് കമുകിൻ മുകളിലേക്ക് പറക്കുന്ന മനുഷ്യരുടെ ഈ പ്രകടനം എന്നും ഗ്രാമീണ കാഴ്ചകളിലെ വിസ്മയമായി തന്നെ നിലനിൽക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ.